ഈ വെള്ളായണി ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് കടയിലാണ് അല്പസമയം മുമ്പ് തീപിടുത്തമുണ്ടായത്. ഖലീഫ കഫേ എന്ന ഈ ചെറിയ ഒരു കടയിലായിരുന്നു തീപിടുത്തം. ഈ കടയിലേക്ക് കൊണ്ടുവന്ന പുതിയ ഗ്യാസ് കുറ്റി അത് കണക്ട് ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ തീ ആളിപ്പടർന്ന് അത് വലിയ രീതിയിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു അപകടം ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരുടെ പിന്നെ നാട്ടുകാരുടെയും ശ്രമഫലത്താലാണ് ഇപ്പോൾ തീ നിയന്ത്രണം വിധേയമാക്കിയിട്ടുള്ളത്. കടയിലെ ഏതാണ്ട് സാധനങ്ങളെല്ലാം തന്നെ ഈ തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. ഗ്യാസ് കുറ്റി അത് ഈ നാട്ടുകാരാണ് പുറത്തേക്കെടുത്ത് അത് ഓഫ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തലാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേട്ടാ, ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇത് തീ പടരുന്നതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ഓടി ഇപ്പുറത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ ഗ്യാസ് കുറ്റി തീ പിടിച്ച് മൊത്തം തീയായിരുന്നു. അപ്പൊ പോത്തീസിൽ നിന്ന് ഒരു പൈപ്പ് കൂടെ ഓസ് എടുത്ത് കംപ്ലീറ്റ് ആൾക്കാരെല്ലാം ഓടിക്കൂടി അണച്ചു. അതിലൂടെ ചായ അടിച്ചോണ്ടുന്ന ഒരു പയ്യ ഉണ്ടായിരുന്നു. അവനെ 108 വിളിച്ച് കയറ്റി വിട്ടു. ജീവനക്കാരന് നല്ല രീതിയിലുള്ള പൊള്ളലുണ്ട്. കുറച്ച് പൊള്ളലുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ചെറിയായിട്ട് പൊള്ളലുണ്ട്. മുഖത്തും കൈക്കും പൊള്ളലുണ്ട്. ഇതെങ്ങനെയാണ് ഗ്യാസ് കുറ്റി മാറ്റുന്നിടയ്ക്കാണ് അപകടം ഉണ്ടായത്? ഗ്യാസ് ലീക്കാണോ? ചായ അടിച്ചോണ്ട് തന്നെയല്ലേ. അപ്പൊ അവിടെ നിന്ന് തീ പടർന്നതായിരിക്കാണെന്ന് തോന്നുന്നു. ഇത് പുതിയ ഗ്യാസ് കുറ്റിയാണ്? ഇല്ല, ഉപയോഗിച്ചോണ്ടിരുന്ന ഗ്യാസ് കുറ്റിയാ. പിന്നെ 5-6 ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പറക്കി മാറ്റി. ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇവിടെ അടുത്തടുത്ത് തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. വെള്ളായണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ് ഇതിന്റെ കടയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കടയിൽ ഇവിടത്തെ ജീവനക്കാരൻ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൈക്കും നെഞ്ചത്തും അതുപോലെ തന്നെ മുഖത്തും കാര്യമായി തന്നെ ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചിട്ടുള്ളത്. ഫയർഫോഴ്സ് ഇവിടെ ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുകയാണ്. എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം അവർ പരിശോധിച്ചു വരികയാണ്. ചെറിയ രീതിയിലൊരു പൊട്ടിത്തെറിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്ലേറ്റുകളും ഇവിടെ മുന്നിലുണ്ടായിരുന്ന ഗ്ലാസും ഇത്തരത്തിൽ പൊട്ടി തെറിച്ച് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ് ബേർണറിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് സംശയിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തായി തന്നെയാണ് ഗ്യാസ് കുറ്റി സ്ഥാപിച്ചിരുന്നതും. ഈ ഒരു ഗ്യാസ് കുറ്റിയിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഏകദേശം കരിഞ്ഞ നിലയിലാണ്. കടയിലെ മറ്റ് സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉൾപ്പെടെ കരിഞ്ഞു പോയിട്ടുണ്ട്. ചേട്ടാ, ഈ സംഭവം നടക്കുന്ന നിങ്ങളോട് ഉണ്ടായിരുന്നു? ഇല്ല, സൗണ്ട് കേട്ടപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വലിയ സ്ഫോടനം അങ്ങനെ എന്തെങ്കിലും പൊട്ടിത്തെറി എന്തെങ്കിലും ഉണ്ടായിരുന്നു? പൊട്ടിത്തെറിയില്ല, വോയിസ് സൗണ്ട് മാത്രമാണ്. ഇതുണ്ടായിരുന്നു പുകയും തീ മാത്രമാണ് കണ്ടത്. ഇത് കണ്ട ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു? ഫയർഫോഴ്സ് ഒന്നില്ല, നമ്മളെ പോത്തീസിന്റെ ഇത് വെച്ച് അടിക്കായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വമാണ് തീനാശം. നാട്ടുകാരുടെ നേതൃത്വത്തിന് എളുപ്പം തീർന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേട്ടാ, ഇവിടെ നേരത്തെ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? ഇല്ല, അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഇവിടെ തീ പിടിക്കുമ്പോൾ കടയിലെ ആളുകളോട് കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു? തീർത്തിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഓടി മാറി. തീ കത്തുന്ന കണ്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടി മാറിയ തന്നെ കടക്കാരന് ആ സമയത്ത് പുറത്തിറങ്ങുന്നത് എല്ലാം പറക്കി വെളിയിലിട്ടോ നിന്ന് അങ്ങനെയാണ് അവന് പൊള്ളലേറ്റത്. ഒരാളെ ഉള്ളായിരുന്നു. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ വെള്ളായണി ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഒരു ജ്യൂസ് കടയിൽ തീപിടുത്തമുണ്ടായതും ഇപ്പോൾ അത് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. കടയിലെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുകയാണ്. ഫയർഫോഴ്സിന്റെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നുമുണ്ട്. എന്തായാലും വലിയൊരു അപകടം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്.